ക്രിക്കറ്റിൽ കോഹ്ലിയുടെ ഫോം നഷ്ടം താൽക്കാലികം മാത്രമാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റ്. ഇന്ത്യൻ ടീം ഇപ്പോൾ തലമുറ മാറ്റത്തിന്റെ പാതയിലാണ്. നിർണായകമായ ഈ സമയത്ത് യുവതാരങ്ങൾക്ക് ആത്മവിശ്വാസമേകാൻ സീനിയർ താരമായി കോഹ്ലി ടീമിൽ ഉണ്ടാവണമെന്നതാണ് BCCI കണക്കുകൂട്ടുന്നത്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് തന്നെയാണ് കോഹ്ലി പിന്നെയും ആവർത്തിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ വിരമിക്കൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് ശ്രേയസ് അയ്യർ. ഇന്ത്യക്ക് വേണ്ടി 14 ടെസ്റ്റുകളിൽ നിന്ന് 811 റൺസ് നേടിയിട്ടുള്ള താരമാണ് അദ്ദേഹം. നിലവിൽ ഇന്ത്യൻ ഏകദിന ടീമിന്റെ 4ാം നമ്പർ ബാറ്ററാണ് ശ്രേയസ്. വിരാട് കളി മതിയാക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ 4ാം നമ്പറിൽ ശ്രേയസിനും വിളി വന്നേക്കാം. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചുവരവ് ലക്ഷ്യമിടുന്ന മറ്റൊരു താരമാണ് കരുൺ നായർ. സമീപകാലത്ത് ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോമിലാണ് കരുൺ. വിരാട് കോഹ്ലി വിരമിക്കുകയാണെങ്കിൽ ആ ഒഴിവിലേക്ക് ഇന്ത്യൻ ടീമിലേക്ക് കരുണിനെയും സെലക്ടർമാർ പരിഗണിച്ചേക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ താരമാണ് കരുൺ നായർ എന്നതും വളരെ ശ്രദ്ധേയമാണ്. ദേശീയ ടീമിന് ഇതുവരെ 6 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച കരുൺ 62.33 ബാറ്റിംഗ് ശരാശരിയും 374 റൺസും നേടിയിട്ടുണ്ട്. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ സർഫാസ് ഖാനും ടീമിൽ കൂടുതൽ പരിഗണന ലഭിക്കാൻ ഇപ്പോൾ സാധ്യതകളേറെയാണ്. നിലവിൽ ടെസ്റ്റ് ടീമിലുണ്ടെങ്കിലും ഒരു ലോങ് റൺസ് ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. വിരാട് വിരമിക്കലിന് ശേഷം അത് സംഭവിക്കാൻ സാധ്യതകളേറെയാണ്. 2024 ഇംഗ്ലണ്ടിനെതിരെ കളിച്ചുകൊണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറിയ സർഫാസ് ഖാൻ ഇതുവരെ 6 ടെസ്റ്റുകളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിരുന്നു. ഇതിൽ 37.10% ബാറ്റിംഗ് ശരാശരിയിൽ 371 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. എന്തായാലും കോഹ്ലിയുടെ വിരമിക്കൽ കൊണ്ട് ഇതുപോലെ ഒരുപാട് പേർക്കാണ് പുതിയ അവസരങ്ങളും പ്രതീക്ഷകളും ഏറുന്നത്.